ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാമ്പിൽ ചില യുവതാരങ്ങൾ എത്തിയ വിവരം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതായത് പരിക്ക് മൂലം പുറത്തായ CSKയുടെ ഓൾറൗണ്ടറാണ് രാമകൃഷ്ണ ഘോഷ്. അദ്ദേഹത്തിന്റെ പകരമായി കൊണ്ട് മക്നീൽ നൊറോഞ്ഞ എന്ന താരം ഇപ്പോൾ CSKയിൽ എത്തുകയാണ്. അദ്ദേഹമായിരിക്കും രാമകൃഷ്ണ ഘോഷിന്റെ പകരമായി കൊണ്ട് CSK സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്യുക എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നൊറോഞ്ഞയുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അദ്ദേഹത്തെയാണ് CSK ഇപ്പോൾ കൊണ്ടുവരുന്നത്. കൂടാതെ ആയുഷ് വാർത്തക്കും അതുപോലെ തന്നെ കാർത്തികേയ സിംഗും CSKയുടെ ക്യാമ്പിലുണ്ട് എന്നുള്ളതും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത ഒരു കാര്യമാണ്. ഏതായാലും ആയുഷ് മാത്രയുടെ പകരമായി കൊണ്ട് ആരെ സ്വന്തമാക്കും എന്നുള്ളത് വ്യക്തമല്ല. രാമകൃഷ്ണ ഘോഷിന്റെ പകരമായി കൊണ്ടാണ് ഇപ്പോൾ മക്നീൽ നൊറോഞ്ഞ വരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 24 വയസ്സുള്ള താരമാണ് ഇദ്ദേഹം. കർണാടകയ്ക്ക് വേണ്ടിയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇദ്ദേഹം കളിക്കുന്നത്. ഓൾറൗണ്ടറാണ്, റൈറ്റ് ഹാൻഡഡ് ബാറ്ററാണ്, അതുപോലെ തന്നെ റൈറ്റ് ആം ഓഫ് ബ്രേക്ക് ബൗളർ കൂടിയാണ് അദ്ദേഹം. സമീപകാലത്ത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. CK നായിഡു ട്രോഫിയിൽ 1037 റൺസാണ് 8 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയത്. 80 അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് ആയിക്കൊണ്ട് വരുന്നത്. ഇനി മഹാരാജ T20 ട്രോഫിയിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മംഗളൂരു ഡ്രാഗൺസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 253 റൺസും അതുപോലെ തന്നെ 10 വിക്കറ്റുകളും വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു താരമാണ് മക്നീൽ നൊറോഞ്ഞ. അദ്ദേഹത്തെയാണ് CSK ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. രാമകൃഷ്ണ ഘോഷിന്റെ പകരമായി കൊണ്ടാണ് അദ്ദേഹം എത്തുന്നത്. ഇനിയിപ്പോൾ ആയുഷ് മാത്രയുടെ പകരമായി കൊണ്ട് ഏതെങ്കിലും താരത്തെ CSK സ്വന്തമാക്കുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.